നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ നൽകുന്നത് എന്നുള്ളത് പ്രതിപക്ഷം മാത്രം പറയുന്നതല്ല, ഈ രാജ്യത്ത് സംഘപരിവാറിനും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് RSS മേധാവിയായ മോഹൻ ഭാഗവത് ഒരിക്കൽ മോദിയെ ന്യായീകരിക്കാൻ വന്ന് പറഞ്ഞത്, മോദിയുടെ കയ്യിൽ മാജിക് ദണ്ടൊന്നുമില്ല, അങ്ങനെ എല്ലാം പെട്ടെന്നൊന്നും ശരിയാക്കി കൊടുക്കാൻ. വർഷം 10 കഴിഞ്ഞു, കാര്യങ്ങൾ അധോഗതിയിൽ തന്നെ തുടരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പിടിച്ചു കയറ്റിയ, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും പിടിച്ചു കയറ്റിയ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒക്കെ സംഭാവന, അദ്ദേഹത്തിൻ്റെ മരണാനന്തര കാലത്തിലെങ്കിലും മോദി യാഥാർത്ഥ്യം പറഞ്ഞുവല്ലോ എന്നുള്ളതാണ്. പഹൽഗാമിലെ ഭീകരാക്രമണ ശേഷം കൃത്യമായി സഞ്ജയ് റാവത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിലിരുന്ന സമയത്ത്, പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി വലിയ തോതിൽ പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ ശൗര്യവും ഉപയോഗിച്ച് രാജ്യത്തെ പ്രധാനമന്ത്രിയെ കടന്നാക്രമിക്കാൻ, വാക്കുകൾ കൊണ്ട് വലിയ രീതിയിൽ കടന്നാക്രമിക്കാൻ ശ്രമിച്ച സംഭവം ആരും മറന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഭീകരർ നുഴഞ്ഞു കയറുന്നത്, അവരെങ്ങനെയാണ് ആയുധം ശേഖരിക്കുന്നത്, അവർക്ക് എവിടെയാണ് മറഞ്ഞിരിക്കാൻ സ്ഥലം കൊടുക്കുന്നത്, ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. എല്ലാം കേന്ദ്രത്തിൻ്റെ കൺട്രോളിലല്ലേ? അതിർത്തിയിലെ ജവാന്മാർ സദാ ജാഗരൂകരായി നിൽക്കേണ്ട ആ സമയം അവിടെ എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലായിരുന്നു ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ അന്നത്തെ ചോദ്യം. എന്നാൽ അതേ ചോദ്യം തന്നെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാനാണ് സംഘപരിവാർ ഹാൻഡിലുകൾ ശ്രമിക്കുന്നത് എന്ന് സഞ്ജയ് റാവത്തും മഹുവ മൊയ്ത്രയും ഒക്കെ സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്. ജനറൽ ബക്ഷിയെ പോലും കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഹാൻഡിലുകളുടെ ശ്രമം നമുക്കറിയാം. മേജർ ജനറലായിരുന്ന ബക്ഷിയുടെ സംഭാവന എന്താണ് എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ കൊച്ചു കുഞ്ഞിനും അറിയാം. അദ്ദേഹം എഴുതിയ നിരവധിയായ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ ഇന്ത്യയിൽ സദാ എല്ലാ ബുക്ക് സ്റ്റോളുകളിലും സുലഭമാണ് താനും. എന്നാൽ അവിടെ സംഘപരിവാറിനെ ന്യായീകരിക്കാത്തവരൊക്കെ അധവന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന സമയമാണ്. നരേന്ദ്രമോദിക്ക് കഴിവുകളുണ്ടെങ്കിൽ ഇന്ത്യയിൽ മതവിഭജനത്തിന് വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത് എന്ന് തുറന്നടിക്കാനുള്ള ധൈര്യം കാണിച്ചിരിക്കുകയാണ് സഞ്ജയ് റാവത്ത്. ഉദ്ധവ് താക്കറെയും ശക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു, കഴിവ് കെട്ടവൻ തന്നെയാണ് നരേന്ദ്രമോദി എന്നുള്ളത്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന ടെറർ അറ്റാക്കുകളുടെ എണ്ണം പരിശോധിച്ചാൽ കൃത്യമായി അറിയാം. ആർമിയുടെ ബേസ് ക്യാമ്പിലേക്ക് വന്ന് ആക്രമിക്കാൻ മാത്രം ധൈര്യമുണ്ടോ? ഇന്ത്യയുടെ ആർമിയുടെ ശേഷി, ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ അറിയിച്ചു കൊടുത്താൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഈ ഭൂമുഖത്ത് കാണില്ല എന്നുള്ളതാണ് സത്യം. അത് മേജർ ജനറൽ ബക്ഷിയും പറയുന്നുണ്ട്. ഇന്ത്യ ഒരു ചെറിയ ശ്രമം നടത്തിയാൽ പാകിസ്ഥാൻ ഈ ഭൂമുഖത്തുണ്ടാകില്ല. അത്രയും ശക്തമായിട്ടുള്ള എണ്ണം പറഞ്ഞ സൈനികരുള്ള, കരസേനയായാലും നാവികസേനയായാലും എയർഫോഴ്സ് ആയിരുന്നാലും കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിവുള്ള കെൽപ്പുള്ളവരാണ്. രാഷ്ട്രപതിക്ക് പരിപൂർണമായ അധികാരമുണ്ട് സൈന്യത്തിൻ്റെ കാര്യത്തിൽ. കാരണം രാഷ്ട്രപതിയാണ് സുപ്രീം കമാൻഡർ. പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് രാഷ്ട്രപതിയെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിർണായകമായ നീക്കം. ഇന്ത്യ പാകിസ്ഥാന് പ്രഹരം നൽകിയേ മതിയാവുകയുള്ളൂ. ചുമ്മാ പൊള്ളയായ വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഇന്ത്യയിൽ വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കളയാം എന്നാണ് സംഘപരിവാർ ശ്രമമെങ്കിൽ അത് നടക്കില്ല. കാരണം അവിടെ ജീവൻ പൊലിയുമ്പോൾ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ പൊലിഞ്ഞ മഹാത്യാഗിയായ കുതിരസവാരിക്കാരനും അവിടുത്തെ നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡുകളെയും പ്രശംസിക്കേണ്ടത് തന്നെയാണ്. കാരണം അവർ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. അവിടെ വേർതിരിവ് നടത്തുന്ന മോദിയുടെ സ്ഥിരം പല്ലവി നടക്കില്ല. രാഷ്ട്രപതിയുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്.